വനിതാ സംവരണ ബില്ലിനെ അട്ടിമറിക്കാൻ കോൺഗ്രസ് ആസൂത്രിത നീക്കം നടത്തിയെന്ന് കിരൺ റിജിജു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും സർക്കാർ ചർച്ചകൾ നടത്തി. സമാജ്വാദി പാർട്ടിയിൽ നിന്ന് 4 മുതിർന്ന നേതാക്കൾ ചർച്ചയ്ക്കെത്തി. ചർച്ചകൾക്ക് പോകരുതെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു കോൺഗ്രസ്. മല്ലികാർജ്ജുൻ ഖാർഗെ സർക്കാരിന് കത്തയക്കുകയല്ലാതെ നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറായില്ലെന്നും പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞു. 2023 വനിതാ സംവരണ ബില്ലിലും മണ്ഡല പുനർനിർണയം പരാമർശിച്ചിരുന്നതായും കിരൺ റിജിജു പറഞ്ഞു. In a particular and certain manner, we should follow the path of consultation. The consultation process is to be decided by the government. And we prefer to sit with different political parties individually so that we can in detail discuss about the nitty-gritty and their concern. We understood that calling all parties would be very large in numbers. So it's better to negotiate one by one and discuss, and it was very fruitful. In all the meetings we had with different political parties, including many parties from the opposition, those meetings were very positive and fruitful. Samajwadi se to 4 log aaye, 4 senior leaders led by Professor Ram Gopal Yadav ji. We had a very nice meeting. Similarly, we had very fruitful meeting with all political parties. It is Congress party who spoiled the thing, and they kept dialing and calling all opposition parties not to attend the meeting called by the government. If government wants consultation, if Congress doesn't want consultation. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, വനിതാ സംവരണ ബില്ലിനെ കോൺഗ്രസ് ഏത് രീതിയിലാണ് അട്ടിമറിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. തികച്ചും ആസൂത്രിതമായ ഒരു നീക്കം നടത്തുകയായിരുന്നു എന്നാണ് കിരൺ റിജിജു ആക്ഷേപിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും സർക്കാർ ചർച്ചകൾ നടത്തി, പക്ഷേ ഇതിനെയൊക്കെ തുരങ്കം വയ്ക്കുന്ന രീതിയിലായിരുന്നു കോൺഗ്രസിന്റെ പെരുമാറ്റം എന്ന് മാത്രമല്ല, മറ്റു പാർട്ടികൾ പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടിയിലെ 4 മുതിർന്ന നേതാക്കൾ ചർച്ചയ്ക്ക് എത്തി. തുടർന്ന് ചർച്ചയ്ക്ക് പോകരുത് എന്നുള്ള കോൺഗ്രസ് നിർദ്ദേശം പോലും ഉണ്ടായി എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും എന്തെല്ലാം കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ BJP ആരോപിക്കുന്നത് കോൺഗ്രസിനെതിരെ? രോഹിണി, തീർച്ചയായും പാർലമെന്ററി കാര്യമന്ത്രി ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും ഗുരുതരമായൊരു വിഷയം വിശദീകരണത്തിലൂടെ നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സമാജ്വാദി പാർട്ടിയും അതുപോലെ തന്നെ പല പാർട്ടികളെയും ചർച്ചയ്ക്ക് വിളിക്കുകയും സമാജ്വാദി പാർട്ടിയുടെ 4 മുതിർന്ന നേതാക്കൾ ചർച്ചയ്ക്കെത്തുകയും ചെയ്തു. അതുപോലെ തന്നെ മറ്റു പല പാർട്ടികളുടെയും നേതാക്കൾ ചർച്ചയ്ക്കെത്തി. ഇന്ത്യ മുന്നണിയിലെ പല പാർട്ടികളെയും ചർച്ചയ്ക്ക് പോകരുത് എന്ന് പറഞ്ഞ് ചർച്ചയിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ളൊരു നീക്കമാണ് കോൺഗ്രസ് നടത്തിയത്. മാത്രമല്ല, കോൺഗ്രസ് ചർച്ചയ്ക്ക് വിളിക്കണം എന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ 3 തവണയോളം കത്തയക്കുകയും ചെയ്തു എന്നും കിരൺ റിജിജു പറയുന്നുണ്ട്. അതായത് കത്തയച്ച് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത തുറക്കുമ്പോൾ, നേരിട്ടുള്ള ചർച്ചയ്ക്ക് സാധ്യത തുറക്കുമ്പോൾ അതില്ലാതാക്കുകയും എന്നാൽ ചർച്ചയ്ക്ക് വിളിച്ചില്ല എന്ന് ആരോപിക്കുകയും ചെയ്യുക. ചർച്ചയ്ക്ക് തയ്യാറായി പോകുന്ന ചെറു പാർട്ടികളെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളായ പാർട്ടികളെ ആ ചർച്ചയ്ക്ക് പോകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുക എന്ന ഗുരുതരമായ ഒരു നീക്കമാണ്, അല്ലെങ്കിൽ ഗൗരവതരമായ ഗൂഢാലോചനയുടെ നീക്കമാണ് ഉണ്ടായത് എന്നാണ് കിരൺ റിജിജു ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. മറ്റൊരു സുപ്രധാന വിഷയം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അത് ഏറ്റവും പ്രധാനപ്പെട്ടത്, സ്ത്രീകൾ ഈ പാർലമെന്റിലേക്ക് വരുന്നത് കോൺഗ്രസിന് ഇഷ്ടമല്ല എന്ന് ബോധ്യപ്പെടുന്ന, അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നില്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു നീക്കങ്ങളാണ് ഉണ്ടായത്. 2023 പാസ്സായ നിയമത്തിൽ കൃത്യമായും ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതായത് മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ഈ ബില്ലുമായി ബന്ധപ്പെട്ടുണ്ടാകണമെന്ന ഒരു ആവശ്യം കൃത്യമായും പരാമർശിക്കുന്നുണ്ട്. 2023 എല്ലാവരും സംയുക്തമായി പാസ്സാക്കിയ 2 MP-മാർ ഒഴികെ എല്ലാവരും ചേർന്ന് പാസ്സാക്കിയ ബില്ലിൽ കൃത്യമായി, അല്ലെങ്കിൽ ആ നിയമത്തിൽ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡീലിമിറ്റേഷൻ വേണം എന്ന് കഴിഞ്ഞ തവണ 2023 പറയുകയും 2026 ആയപ്പോൾ ഡീലിമിറ്റേഷൻ വേണ്ട എന്നൊരു നിലപാടിലേക്ക് എത്തുകയും ചെയ്യുക. ചർച്ചയ്ക്ക് വരുന്ന പാർട്ടികളെ അല്ലെങ്കിൽ ചെറു പാർട്ടികളെ പിന്തിരിപ്പിക്കുക, അതുപോലെ തന്നെ ചർച്ച നടത്തണമെന്നാവശ്യപ്പെട്ട് കത്തയക്കുന്നതല്ലാതെ അതിൽ ഇടപെടാതിരിക്കുക, അത്തരത്തിലുള്ള കൃത്യമായൊരു ഗൂഢനീക്കങ്ങൾ, ഒരു ഷാഡോ നീക്കങ്ങൾ നടത്തി ഈ ബില്ലിനെ അട്ടിമറിക്കാനുള്ളൊരു നീക്കമാണ് കോൺഗ്രസ് നടത്തിയത് എന്ന കൃത്യമായൊരു ആരോപണമാണ് ഇപ്പോൾ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്.